അവരുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് പഠിച്ച് ആദരപൂർവകമായ സ്വാഗതം ആശംസിക്കുന്നു. ഞാനതിനെ വിളക്ക് തെളിയിക്കാൻ സൗഹൃദത്തിന് പുതുമനോഹര രൂപം നൽകാൻ സെന്റ് മേരീസ് എൽ.പി. സ്കൂൾ കുഞ്ഞുമക്കൾക്ക് വേദിയായി മാറിയിട്ട് 104ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ വർഷത്തെ സംരംഭങ്ങളുടെയും നേട്ടങ്ങളുടെയും വഴിത്തിരിവുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രവർത്തകർ A.R. റഹ്മാനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വലിയ നേട്ടം കൈവരിക്കുവാനായിട്ട് സാധിച്ചത്? അവരോട് ഇപ്രകാരം അദ്ദേഹം മറുപടി പറയുകയാണ്. കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ മാനേജർ ബഹുമാനപ്പെട്ട സിബിൻ കല്ലറക്കലച്ച, നമുക്കെല്ലാവരും എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപിക വിടവാങ്ങുന്ന ഒരു വാർഷിക ആഘോഷം കൂടിയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളിന്ന് ജീവിക്കുന്നത്. അതെല്ലാം തരണം ചെയ്യാനുള്ള കരുത്തും നൽകേണ്ടത് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ഈ സമൂഹവുമാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി തിരഞ്ഞെടുക്കുവാനും നന്മയിൽ വളരാനുമുള്ള മാതൃക നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വരാതിരിക്കാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. എത്ര തിരക്കണമെങ്കിലും ഒന്ന് വന്ന് പോകണം, അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒറ്റപ്പാലത്ത് ചാർജ് നിങ്ങളോടൊപ്പം ആകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിദ്യാലയം ഏതാണ്ട് 104ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും കൂടാതെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതുകൊണ്ട് അധ്യാപകർക്ക് അറിയാവുന്ന വേദനാജനകമായ ഒരു കാര്യമാണ് സ്കൂൾ കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥ. നമുക്കിവിടെ കേരളത്തില് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് കൂടാതെ എന്തിനാണ് 104 എന്ന് പറയുന്നത് ചെറിയൊരു വർഷമല്ല. 104 വർഷമായിട്ട് നമ്മുടെ സ്കൂള് നല്ല ശ്രേയസ് ആർജിച്ച് നമ്മൾ കാണാണ്. ഇതിനു മുൻപ് സ്കൂൾ പൂട്ടി പോണ അവസ്ഥകളിലൊക്കെ നമുക്കറിയാം. അതിന് ഒക്കെ ഇത്തരത്തിലാക്കാനായിട്ട് ഇതിന്റെ പിന്നില് പ്രധാന അതുപോലെ തന്നെ ഒരു ചെറിയ വിഷമം കൂടിയായിട്ടാണ് ഞാൻ ഈ ആശംസ അർപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. സന്തോഷം ആദ്യം തന്നെ പറയാം. കാരണം എനിക്കിതുപോലെ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ടീച്ചർ എന്നെ PTA പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തപ്പോഴാണ്. ഇന്നത്തെ ദിവസം നമുക്കറിയാം, നമ്മൾ കടന്നുപോയ വിദ്യാലയത്തിൻ്റെ 104ാം വാർഷികമാണ് എന്നുള്ള കാര്യം. പക്ഷേ അതിനേക്കാൾ ഉപരി 3 വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നമ്മോടൊപ്പം ഈ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിനോട് ചേർന്ന് 1931 ഞാൻ 50 വർഷത്തെ ബന്ധമാണ് എനിക്ക് സ്കൂളുകൾ. 50 വർഷം മുമ്പ് 1ാം ക്ലാസ്സിൽ എന്നെ ചേർന്ന് ഒരുപാട് ആനിവേഴ്സറികൾ കണ്ടു, ഒരുപാട് റിട്ടയർമെന്റുകൾ കണ്ടു. പക്ഷേ ഇതേപോലെ അടിച്ചു പൊളിച്ച ഒരു ആനിവേഴ്സറി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ സംഘടനയുടെ ദിവസമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് സന്തോഷം നമുക്ക് അന്വേഷിക്കാണ് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസ് ടീച്ചർ വിരമിക്കുന്ന ഒരു
അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ദൈവമാണ് എല്ലാം ചിന്തിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ ടെലിഫോണിന്റെ ആദ്യ പതിപ്പായ ടെലക്സില് ആദ്യം സെൻഡ് ചെയ്ത വാചകവും അത് തന്നെയാണ്. ദൈവം സാധ്യമാക്കിയത് 33